എങ്ങോട്ടാ ഇച്ചു പോകുന്നേ? ഇച്ചുവിന് അറിയില്ല. ഇച്ചു കാറിന്റെ ബാക്കിൽ കേറിയിരിക്കും. അതാണ് സംഭവം. എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ ഏതാന്ന് പോലും. ഓ അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. കല്ലാറ് പോവാന്നാ വിചാരിക്കുന്നത്. കല്ലാർ ചെറിയൊരു പുഴയുണ്ട്. പുഴയല്ല, ചെറിയൊരു അരുവിയിൽ പോയിട്ട് നമുക്ക് കുറച്ചേരം ഇരിക്കുകയെ കുളിക്കുകയെ കളിക്കുകയെ എന്ത് വേണേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കല്ലാർ എന്ന് പറയുമ്പോൾ പൊന്മുടി പോകുന്ന വഴിക്കാണ്. ഏകദേശം എനിക്കൊന്നൊരു 30 കിലോമീറ്റർ ഉണ്ടാവും. 30-35 കിലോമീറ്റർ ഉണ്ടാവും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 1 മണിയായി. ഇപ്പോഴ് ഞങ്ങൾ ഉദ്ദേശിച്ച ലഞ്ച് സ്കിപ്പ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ഇപ്പൊ വിശക്കുന്നുണ്ട്. എന്തെങ്കിലും പോകുന്ന വഴിക്ക് വായിച്ചിട്ട് പോവാം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അവിടെ പോയിട്ട് കാന്താരി ചിക്കൻ ഉണ്ടാവും. വാങ്ങിക്കട്ടെ. കാന്താരി ചിക്കനോ? ഞാൻ പോയിട്ട് കാന്താരി ചിക്കൻ എന്നൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ പെട്ടെന്നൊരു കൊതി ചിക്കൻ കഴിക്കാനായിട്ട്. അപ്പൊ ഷാൻ ഇറങ്ങിപ്പോയതാണ്. അപ്പൊ വരുമ്പോ നമുക്ക് കാണാം എങ്ങനെയുണ്ട് ചിക്കൻ എന്നൊക്കെ. പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് നല്ല കമന്റ്സ് ഒക്കെ നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കണ്ടോ കാന്താരി ചിക്കൻ? എങ്ങനെയുണ്ട്? കാന്താരി മുളക് അരച്ച ചിക്കനാണോ കാന്താരി ചിക്കൻ? അറിയില്ല എന്താ കഥ. കഴിച്ചോക്കെ എന്തായാലും. കണ്ടിട്ട് നല്ല രസമുണ്ട്. പൊരിച്ചു വെച്ചിരിക്കുന്നത് സൂപ്പർ ആയിരുന്നു. നമ്മളിപ്പോ വിതുര ടൗൺ എല്ലാം കഴിഞ്ഞ് ആനപ്പാറ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആനപ്പാറയിൽ നമുക്ക് ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം ഫോറസ്റ്റുകാർ അങ്ങോട്ട് നമ്മളെ കയറ്റി വിടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആദിവാസി മേഖലകളിലേക്ക് കോവിഡ് പടരാൻ സാധ്യത ഉള്ളതുകൊണ്ട് സഞ്ചാരികളെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല. അപ്പൊ നമ്മൾ നേരെ തിരിച്ചിട്ട് ഒരു ചെറിയൊരു വഴിയിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ബിൽഡിംഗ്. നമ്മള് ഇതിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടു കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചപ്പോ ഞങ്ങൾ ആ വഴിയിലൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ. അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത് രസാലേ. ഒരു പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. മിച്ചോടെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കല്ലാറ് പോയിരുന്നല്ലോ. അപ്പോൾ പോയ സമയത്ത് നമുക്കവിടെ ഫോറസ്റ്റിൻ്റെ അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മളങ്ങോട്ട് കയറ്റി വിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അതേപോലെ തിരിച്ചു വന്നപ്പോൾ ഒരു ഗ്രാമാന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ കയറിയ സമയത്താണ് ഇങ്ങനെ ഒരു കിഡിലെന്ന ആംബിയൻസുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് സ്ഥലം? കൊള്ളാവോ? കാരണം നമ്മളിവിടെ എന്താ പറയുക, കളിക്കാനോ കുളിക്കാനോ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാന്നൊക്കെ പറയുമ്പോൾ രസമല്ലേ? ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമൊക്കെ ഇവിടെ ഇരുന്നിട്ട് ചിലവഴിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പറയും. കാന്താരി ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ കാന്താരിയിലൊക്കെ കൂടി മുളകിട്ട് നല്ല ഫ്രൈ ആക്കി തന്നൊരു സാധനമാണുണ്ട്. അതേപോലെ തന്നെ പൊറോട്ടയുണ്ട്, കുറച്ച് ബീഫുണ്ട്. തൊളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മേടിച്ചതാണ്. അതേപോലെ തന്നെ കുറച്ച് ഗ്രേവി. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യം. പൊറോട്ടയും ഗ്രേവിയും നോർമൽ സാധനം തന്നെ. ഞാനൊരു ചിക്കൻ പീസ് എടുത്ത് കഴിച്ചു നോക്കാം. അങ്ങനെയുണ്ട്. കുറച്ച് ഹാർഡായിട്ട് കാന്താരിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ പീസാണ്.
നിനക്കാണ് കൂടുതൽ ബീഫ് തന്നത് കേട്ടോ. ബിക്കോസ് because it's so nice and natures are singing and I can play here. ഇച്ചു പറഞ്ഞു കേട്ടോ, നേച്ചർ പാട്ട് പാടുന്നുണ്ട് കറക്റ്റാ. കാരണം ആ വെള്ളത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിന്റെ സൗണ്ട് കേട്ടോണ്ട് നമ്മൾ കഴിക്കുകയാണല്ലേ. Like this. I just go there. Go. അവിടെ രണ്ടുപേരും കുറേ നേരമായിട്ട് വെള്ളത്തിലിറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറുന്നേ ഇല്ല. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഈവനിങ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 5:30 ആയി ടൈം. ഞാനിപ്പോൾ ഏകദേശം വീട്ടിലേക്ക് പോകാനുള്ള ടൈമായി. 20 കിലോമീറ്ററേ ഉള്ളൂ നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാനായിട്ട്. ഇതാ കണ്ടോ, ഇച്ചിതാ ഫുള്ള് നനഞ്ഞിട്ടിരിക്കുകയുള്ള. ഞാൻ സ്വിം ചെയ്തോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് സ്വിമ്മിങ്? ഗുഡ് ആണല്ലേ? കുറേ നേരം കൊണ്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ. അത് അവരുടെ അടുത്ത് പറ, എന്താ എങ്ങനെ ഉണ്ടായിരുന്നു സ്വിം ചെയ്തത്? Good. Now I can breathe so much time. Now I can breathe so much time in water. കാരണം ഇച്ചിരി ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമുക്ക് ഈ സ്വിം ചെയ്യണതും വെള്ളവും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഷാനും അതേപോലെ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഷാ എന്ത് ചെയ്യുന്നേ? നിൽക്കുന്നില്ല ടിച്ചു. ഇനി കയറിച്ചു. ഇനി മതി, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി വേറെ ദിവസം വരാം കേട്ടോ. ഇനി വേറൊരു ദിവസം വരാം. ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ പോലെയും പറയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസത്തെ കാണുന്നവരേക്കും ബൈ.